കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകലിലും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല എന്ന് അറിഞ്ഞ് എല്ലായ്പ്പോഴും താഴ്മയോടും ദൈവഭയത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ, ആ ശക്തി ഏറ്റെടുക്കാൻ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ തയ്യാറാവണം. ഇത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അത്യന്ത ശക്തിയാണ്, അമിത ബലമാണ്, അളവറ്റ വലിപ്പമാണ്. ഇത് തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും നമ്മെ ശക്തിയോടെ നടത്തുന്ന, ബലത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാനൂടെ തയ്യാറാവണം. ഞെരുക്കത്തിലിരിക്കുമ്പോൾ വിശാലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ ഞെരുക്കങ്ങളെയും ഭാരങ്ങളെയും എടുത്തു മാറ്റണമെങ്കിൽ നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെക്കാൻ തയ്യാറാവണം. നമ്മൾ എപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ ഭാരങ്ങൾ വെക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ ഭാരം ഏറ്റെടുക്കുക മുമ്പോട്ട് പോകാറുണ്ട്. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധി ഒരു വിഷയം കൊടുത്താൽ നമ്മുടെ ദൈവം ആരാ എന്ന ഒരറിവ്, പരിമിതിയില്ലാത്ത സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, എൻ്റെ തലമുറയുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള, ശക്തമായി വഴി തുറക്കുന്ന വിശ്വാസത്തിൻ്റെ നായകനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് വിളിച്ചു പറയാനും അത് മനസ്സിലാക്കാനും നമുക്കിടയാവണം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന് കഴിയാതെ വണ്ണം നമ്മളെ അലട്ടുന്ന പ്രതിസന്ധി രൂക്ഷമാകുന്നത് വീണ്ടും നമ്മളിത് സ്വയം ഏറ്റെടുക്കുമ്പോഴാണ്. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് പറയണം, ദൈവമേ അങ്ങേക്ക് കഴിയും, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല, അങ്ങയുടെ കരം കുറുതായി പോയിട്ടില്ല എന്ന അകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ ഫ്രീ ആകുകയാണ്. ദൈവത്തിന് കഴിയും. അതിനല്ലേ നമ്മൾ ദൈവമുമ്പാകെ വിഷയങ്ങൾ കൊടുക്കുന്നത്. അവിടുത്തെ മുൻപാകെ കൊടുത്താൽ സഹായിക്കാൻ കഴിയാത്ത ഒരു ദൈവമാണോ? കരം കുറുതായി പോയ ഒരു ദൈവമാണോ? എനിക്ക് കഴിയത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ച ഒരു ദൈവത്തെ സേവിക്കുമ്പോൾ എന്തിനു നാം ഭയപ്പെടുന്നു? എന്തിനു നിരാശപ്പെടുന്നു? ശക്തിയോടെ, ബലത്തോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ നമുക്കിടയാവണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ശക്തി പ്രാപിക്കുന്നു, ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു, എല്ലാത്തിനെയും ഓവർകം ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ച സർവശക്തനായ ദൈവം മുഖാന്തരം സകലത്തെയും ജയിക്കാൻ ഉള്ള ഒരാത്മിക അധികാരം ഈ പകൽ ദൈവമക്കൾ ഏറ്റെടുക്കട്ടെ. സ്തോത്രം. പരാജയങ്ങളെ വിജയമാക്കുന്ന, തകർന്നതിനെ പണിയുന്ന, കുനിഞ്ഞിരിക്കുന്നതിനെ നിവർത്തുന്ന, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടുത്തെ മുൻപാകെ നമുക്ക് കുമ്പിടാം. 149 സങ്കീർത്തനം എൻ്റെ 6ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമാണല്ലോ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും
അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന്. സ്തുതി ഗീതങ്ങളാണ്. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. നൃത്തം ചെയ്തുകൊണ്ടും നമ്മെ ഉണ്ടാക്കിയ ദൈവത്തെ സ്തുതിക്കണമെന്നും നമ്മുടെ രാജാവായ ദൈവത്തിന് വാഴ്ത്തണമെന്നും ദൈവമഹത്വത്തിൽ ആനന്ദിക്കാൻ തയ്യാറാവണമെന്നും ശയ്യയിൽ ദൈവത്തെ ഘോഷിച്ച് മഹത്വം കൊടുത്ത് അവിടെ നല്ലവനെന്ന് വിളിച്ചു പറയാൻ നമുക്കിടയാകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അവരുടെ വായിൽ ദൈവത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദാനിയേൽ പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, രേഖ വിപരീതമെന്ന് കണ്ടപ്പോൾ താൻ നിരാശപ്പെട്ട് കിടന്നുറങ്ങിയില്ല. അയ്യോ, ഇത്രയും ഞാൻ പോയി, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും ശക്തിയോടെ നിന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നു, ഭക്ഷണ കാര്യത്തിൽ പോലും ഞാൻ വേർപാടനുഷ്ഠിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ഇതാണോ സംഭവിച്ചത് എന്ന് പറയാതെ ആ രേഖ എടുത്തു വെച്ച് താൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുകയായിരുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. അപ്പം ദൈവത്തെ പുകഴ്ത്താൻ, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കില്ല, ദൈവം എഴുന്നേറ്റ് വരും. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ ചെങ്കടൽ മുമ്പിൽ വന്നപ്പോൾ ആർപ്പിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ആർപ്പിട്ടില്ല. അവർ നിരാശയുടെ വാക്ക് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. ഇവിടെ മരിച്ചു വീഴുമെന്ന് പറഞ്ഞു. അല്ലേ? ദൈവം അവരോട് പറഞ്ഞു, മുമ്പോട്ട് പോകും, മരിച്ചു വീഴില്ല. മരിച്ചു വീഴാൻ വേണ്ടി അല്ല ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. മോശയോടും ദൈവം അതാ പറഞ്ഞത്, മോശ മുമ്പോട്ട് പോകുക. പക്ഷെ നിങ്ങൾ നോക്കൂ, യെരിഹോവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ആർപ്പിടുക. യോശുവോട് പറഞ്ഞു, അത് നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, കാഹളമൂതാൻ തയ്യാറാകുമ്പോൾ എത്ര വലിയ മതിലും ഇടിഞ്ഞു വീഴും, തകർന്നു വീഴും. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമുണ്ട്. അതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ തൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെ പറയുന്ന ഭാഗം നമുക്കെല്ലാം അറിയാം. വലിയ പ്രശ്നങ്ങൾ മതിൽ പോലെ ഉണ്ടെങ്കിലും കൃപയെന്ന് ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപകളെപ്പറ്റി ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ആ മതിൽ, സെരുബാബേലിൻ്റെ മഹാപർവ്വതങ്ങൾ തകരാൻ പോകുകയാണ്. അത് സമഭൂമിയായി തീരാൻ പോകുകയാണ്. എങ്ങനെ നീ പ്രവേശിക്കും, എങ്ങനെ അത് പണി നടത്തും, എങ്ങനെ അത് പൂർത്തീകരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന വിഷയങ്ങൾ ജയിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ആർപ്പോടെ മഹത്വം ദൈവത്തിന് കൊടുത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധനയിൽ പ്രാർത്ഥനയൊരു സ്തോത്രമായി മാറി ആത്മാവിൻ്റെ ശക്തി വന്നാൽ ഏത് പ്രതിസന്ധിയെയും ചാടിക്കടക്കാനുള്ള അനോയിൻറ്റിങ് നമ്മുടെ നാവിൻ്റെ മേൽ അധികാരം ദൈവം നൽകും. നമ്മുടെ നാവിനെ മൂർച്ചയുള്ളൊരു അമ്പാക്കി ദൈവം തീർക്കും. സ്തോത്രം. മൂർച്ചയുള്ളൊരു വാളാക്കി ദൈവം തീർക്കും. ദുഷ്ടശക്തികളെ വെട്ടാൻ ആത്മശക്തിയുടെ അധികാരം വേണമോ? നമ്മുടെ വായിൽ ദൈവത്തിന് പുകഴ്ചകളുണ്ടാവണം. അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാള്, വചനമാകുന്ന വാള് നമ്മുടെ കയ്യിലുണ്ടാവണം. വെട്ടേണ്ടതിനെ വെട്ടാൻ, ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിക്കാൻ, ചെത്തേണ്ടതിനെ ചെത്താൻ, ക്രമീകരണം പ്രാപിക്കേണ്ടടുത്ത് ക്രമീകരണം പ്രാപിക്കാൻ, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരാൻ, സറണ്ടർ ചെയ്യേണ്ടടുത്ത് സറണ്ടർ ചെയ്യാൻ, വചനമെന്ന കണ്ണാടിയിലൂടെ ഒരു വലിയ ചേഞ്ച് വരാൻ ഈ ഇരുവായ്ത്തലയുള്ള വാൾ നമ്മുടെ കയ്യിൽ. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ചേഞ്ച് വരികയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ ടേണിംഗ് പോയിന്റ് വരിക. നമ്മുടെ ജീവിതത്തെ ദൈവം പണിയുന്ന നിമിഷങ്ങളാണ്. ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? നമ്മുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ടാകണം. സകല ദുഷ്ടശക്തികളെ മുൻപോട്ട് വിടത്തില്ല എന്ന് വാദിക്കുന്നതിനെ വെട്ടി തകർക്കാൻ ഈ വാൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം
ശക്തിയോടെയും ബലത്തോടെയും നമ്മുടെ മേൽ ഇന്ന് പകൽ വരുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വിടുതലുണ്ട്, അല്ലേ? നമ്മളത് ഇന്ന് പകൽ സ്വായത്തമാക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ? ഹല്ലേലൂയ. നമുക്കറിയാം എഫെസ്യ ലേഖനം 6:14-15-16 വാക്യങ്ങളൊക്കെ വളരെ ശക്തമായി. അതിൻ്റെ 17 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് നിങ്ങൾ കൈക്കൊള്ളണം. നിങ്ങളുടെ കയ്യിൽ ഈ വചനം ഉണ്ടാവണം. അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവണം. വചനം ക്രിയ ചെയ്യണം. അത് ആത്മാവിൽ ചെല്ലണം, സദ്യകളിൽ ചെല്ലണം, മജ്ജകളിൽ ചെന്ന് ഏത് ദുഷ്ടശക്തികളെയും തകർത്തെറിയുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റിയാക്കി ദൈവത്തിനെ മാറ്റേണ്ടതുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും. വായിൽ ദൈവത്തിന് പുകഴ്ചകളുണ്ടാകട്ടെ. നമ്മുടെ ആ തരത്തിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കയ്യിൽ ദൈവവചനമാകുന്ന വാള് ഇന്ന് പകൽ ഏറ്റെടുത്തുകൊണ്ട് വെട്ടുവാൻ തയ്യാറാകൂ. ചില വൻമരങ്ങൾ വെട്ടി വീഴ്ത്താൻ, മാനസാന്തരപ്പെടാത്ത ചിലതെ ആത്മാവിൽ വെട്ടാൻ, അഭിഷേകത്തോടെ വെട്ടാൻ, അതിനെ വെട്ടി യോർദാൻ്റെ വെള്ളത്തിലിട്ട് സ്നാനപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരെ ഉപയോഗിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ചില അന്ധകാര മണ്ഡലങ്ങൾ മാറിപ്പോവുകയാണ്. ആ വചനം ഉപയോഗിച്ച് നിങ്ങൾ ആത്മാവിൽ കമാൻഡ് ചെയ്യൂ. ചില ദുഷ്ടശക്തികൾ തകരാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ഞങ്ങളുടെ വായിൽ അങ്ങേക്ക് പുകഴ്ചകൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവിന്മേൽ അങ്ങയുടെ പുകഴ്ചകൾ, വചനത്തിൻ്റെ ശക്തികൾ നൽകിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ ഇന്നു പകലിലും മിറക്കിളുകൾ സംഭവിക്കട്ടെ. ദൈവേഷ്ടം ചെയ്ത് വ്യക്തിത്വം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ യൂസ് ചെയ്യുന്നതിനായി സ്തോത്രം. വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാം ഇടയാക്കും. സകല മഹത്വവും അവിടുത്തെ പദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ ശക്തിയോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ. അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. ദൈവത്തെ പുകഴ്ത്താം. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശു നിങ്ങളുടെ സഹോദരൻ പാസ്ബിജു.